BOB ക്രെഡിറ്റ് കാർഡിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് അപ്ഡേറ്റ്സ് വന്നിട്ടുണ്ട്. ക്രെഡിറ്റ് കാർഡ് നമ്മൾ പലപ്പോഴും എടുക്കാറുള്ളത് ലോഞ്ച് സൗകര്യം കൂടി പരിഗണിച്ചുകൊണ്ടാണ്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ് പ്രകാരം ഈ ഒരു BOBയുടെ കാർഡിലും ലോഞ്ച് ആക്സസിൻ്റെ കാര്യത്തിലാണ് ചില ചേഞ്ചസ് വന്നിട്ടുള്ളത്. എയർപോർട്ട് വഴി ട്രാവൽ ചെയ്യുന്ന സമയത്ത് ലോഞ്ച് ആക്സസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം പലപ്പോഴും നമുക്ക് റെസ്റ്റ് ചെയ്യാനും അതുപോലെ ഫുഡ്, ബീവറേജസ് ഇതെല്ലാം അവൈൽ ചെയ്യാനും ഈ ഒരു ലോഞ്ച് സൗകര്യം ക്രെഡിറ്റ് കാർഡ് വഴി കിട്ടുന്നത് വളരെ യൂസ്ഫുൾ ആണ്. മാത്രമല്ല ₹2 മാത്രമേ നമ്മളതിന് കൊടുക്കേണ്ടതായിട്ട് വരികയുള്ളൂ. അതുകൊണ്ട് തന്നെ ക്രെഡിറ്റ് കാർഡ് എടുക്കുന്ന സമയത്ത് എല്ലാവരും പരിഗണിക്കുന്ന ഒരു കാര്യമാണ് ലോഞ്ച് ആക്സസ് കൂടിയുള്ള കാർഡുകളാണ് എടുക്കാറുള്ളത്. അപ്പോൾ ഈ ഒരു BOBയുടെ പല ക്രെഡിറ്റ് കാർഡ്സിനും ഇപ്പോൾ ചില ചേഞ്ചസ് എല്ലാം വന്നിട്ടുണ്ട്. 2025 ജനുവരി 1 ഓൺവേർഡ്സ് നിങ്ങൾക്ക് ഈ ഒരു കാർഡ് ഉപയോഗിച്ചുകൊണ്ട്, അതായത് BOBയുടെ പല വേരിയൻറ്റ് കാർഡ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ലോഞ്ച് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ക്വാർട്ടർലി എക്സ്പെൻസ് ₹20,000 മുകളിലായിരിക്കണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ലോഞ്ച് വിസിറ്റ് ചെയ്യാനായിട്ട് പറ്റുകയുള്ളൂ. അപ്പോൾ BOBയുടെ കാർഡ് ഉപയോഗിച്ചുകൊണ്ടാണ് നിങ്ങൾ ലോഞ്ചിലോട്ട് ചെല്ലുന്നതെങ്കിൽ നിങ്ങളുടെ ക്വാർട്ടർലി എക്സ്പെൻസ് ₹20,000 കടന്നിട്ടില്ലെങ്കിൽ, അതായത് ആ ഒരു ക്രൈറ്റീരിയ മീറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ലോഞ്ചിലോട്ട് ആക്സസ് കിട്ടുന്നതല്ല. അപ്പോൾ നിങ്ങളവിടെ എമൗണ്ട് പേ ചെയ്യേണ്ടതായിട്ട് വരും. ഈ ഒരു അപ്ഡേറ്റ് ഞാൻ തരാനുള്ള പ്രധാനപ്പെട്ട കാരണം, ഇപ്പോൾ നിങ്ങൾ എയർപോർട്ട് വഴി ട്രാവൽ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും, ലോഞ്ചിന് മുന്നിലായിട്ട് വളരെ വലിയ ക്യൂ കാണാനായിട്ട് പറ്റും. കാരണം എല്ലാവരുടെ പക്കലും ക്രെഡിറ്റ് കാർഡ് ഉണ്ട്, എല്ലാവരും ഈ ഒരു ലോഞ്ച് സൗകര്യം യൂസ് ചെയ്യുന്ന ആളുകളാണ്. അതുകൊണ്ട് നിങ്ങൾ ഈ ഒരു BOBയുടെ കാർഡാണ് പക്കലുള്ളതെങ്കിൽ ₹20,000 നിങ്ങൾ സ്പെൻഡ് ചെയ്തിട്ടില്ലെങ്കിൽ ആ ഒരു ക്യൂവിൽ ചെന്ന് വെറുതെ ടൈം കളയേണ്ടതില്ല. കാരണം ₹20,000 മീറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു കാർഡ് വഴി കിട്ടുന്ന ലോൺ സൗകര്യം അവൈൽ ചെയ്യാനായിട്ട് പറ്റുന്നതല്ല. അപ്പോൾ നിങ്ങൾ ഫ്രീക്വൻ്റ് ആയിട്ട് കാർഡ് ഉപയോഗിച്ചുകൊണ്ട് സ്പെൻഡ് ചെയ്യുന്ന ആളാണെങ്കിൽ യു ഡോണ്ട് ഹാവ് ടു വറി. ബട്ട് നിങ്ങൾ ഈ ഒരു ലോഞ്ച് സൗകര്യത്തിന് വേണ്ടി മാത്രം ഏതെങ്കിലും കാർഡ് കീപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ, അതായത് എസ്പെഷ്യലി ലൈഫ് ടൈം ഫ്രീ കാർഡ്സൊക്കെ പല ആളുകളും ഇത്തരത്തിൽ ലോഞ്ച് സൗകര്യത്തിന് വേണ്ടി മാത്രം യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഒട്ടുമിക്ക ബാങ്കുകളും ഇത്തരത്തിലുള്ള പല അപ്ഡേറ്റ്സും വരുത്തുന്നുണ്ട്. ഇപ്പോൾ ഈ ഒരു BOBയുടെ കാർഡിൻ്റെ കാര്യത്തിലാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു അപ്ഡേറ്റ് വന്നു കഴിഞ്ഞു. അപ്പോൾ നിങ്ങളുടെ ഈ ഒരു ക്വാർട്ടർലി എക്സ്പെൻസ് ₹20,000 മുകളിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ലോഞ്ച് സൗകര്യം കിട്ടുന്നതല്ല. ₹20,000 മുകളിലാണെങ്കിൽ ഡെഫിനറ്റ്ലി യു ക്യാൻ അവൈൽ ദ ഓഫർ. അപ്പോൾ ഈ ഒരു അപ്ഡേറ്റ് എനിക്ക് വന്നിട്ടുള്ളത്, ഞാൻ പ്രീമിയർ കാർഡ് യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ HPCLൻ്റെ ആ ഒരു BOB ടൈപ്പ് ആയിട്ടുള്ള കാർഡ് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു 2 കാർഡിൻ്റെ കേസിലും എനിക്ക് ഈ ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ഒരു BOBയുടെ കാർഡ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഈ ഒരു അപ്ഡേറ്റ് നിങ്ങൾക്കും വന്നിട്ടുണ്ടാവും. SMS വഴിയാണ് ഈ ഒരു അപ്ഡേറ്റ് BOB നമ്മളിലോട്ട് എത്തിക്കുന്നത്. അപ്പോൾ നിങ്ങൾ SMS ഡെഫിനറ്റ്ലി ചെക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു അപ്ഡേറ്റ് 2025 ജനുവരി 1 മുതലാണ് വാലിഡ് ആയിട്ടുള്ളത്. അതായത് ഡിസംബർ 31 വരേക്കും നിങ്ങൾക്ക് നിലവിലുള്ളതുപോലെ തന്നെ കാർഡ് യൂസ് ചെയ്തുകൊണ്ട് ലോഞ്ച് സൗകര്യമൊക്കെ അവൈൽ ചെയ്യാനായിട്ട് പറ്റും. മാത്രമല്ല BOBയുടെ പല കാർഡ്സും ഇപ്പോൾ ലൈഫ് ടൈം ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ BOBയുടെ കാർഡ്സിന് അപ്ലൈ ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ, അതായത് അവരുടെ ലൈഫ് ടൈം ഫ്രീ ആയിട്ടുള്ള പല കാർഡ്സിനും അപ്ലൈ ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ലിങ്ക് ഡീറ്റെയിൽ തന്നിട്ടുണ്ട്. ആ ഒരു ലിങ്ക് വഴി ഈ ഒരു കാർഡിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് ടൈം ഓൺവേർഡ്സ് നിങ്ങൾ ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഈ ഒരു അപ്ഡേറ്റ് അറിഞ്ഞിരിക്കുക. അതുപോലെ തന്നെ ഈ ഒരു അപ്ഡേറ്റ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ കൂടുതൽ ഇത്തരത്തിലുള്ള അപ്ഡേറ്റ് കിട്ടുന്നതിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്. ഓൺലൈനിൽ കിട്ടുന്ന ഏറ്റവും മികച്ച ഡീൽസും ഓഫേഴ്സും എല്ലാം നമ്മുടെ ഓഫർ കാർട്ട് എന്ന വാട്സപ്പ്, ടെലഗ്രാം, ഇൻസ്റ്റാഗ്രാം പ്ലാറ്റ്ഫോംസിലൂടെ ആളുകളിലേക്ക് എത്തിക്കുന്നുണ്ട്. എല്ലാത്തിൻ്റെയും ലിങ്ക് ഡീറ്റെയിൽ താഴെ തന്നിട്ടുണ്ട്. ചെക്ക് ചെയ്യാൻ മറക്കരുത്. താല്പര്യമുണ്ടെങ്കിൽ ജോയിൻ ചെയ്യാനും മറക്കരുത്. നല്ലൊരു അപ്ഡേറ്റുമായി നമുക്ക് മറ്റൊരു ദിവസം വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ.